വലിയ നോമ്പിൻ്റെ അടുത്ത ഒരു ഞായറാഴ്ചയിലേക്ക് കൂടി നാം പ്രവേശിച്ചിരിക്കുകയാണ്. വലിയ നോമ്പാകുന്ന വലിയ തീർത്ഥാടനം നാം നടത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെ അനുഭവങ്ങളിലൂടെ നാം തന്നെ ഒന്ന് രൂപാന്തരപ്പെട്ട ദൈവമനുഷ്യരായി ദൈവിക സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുവാനുള്ള, നഷ്ടപ്പെട്ടു പോയ ആത്മീക സ്വരൂപത്തെ വീണ്ടെടുക്കുവാനുള്ള നല്ല ദിനങ്ങളായി നാം ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നു. തീർച്ചയായും ഇന്നത്തെ വേദഭാഗന ഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. അവിടെ ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മകൾക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിക്കുകയാണ്. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, അവളെ സൗഖ്യമാക്കണമേ എന്നുള്ള പ്രാർത്ഥന ദൈവത്തമ്പുരാൻ്റെ സന്നിധിയിൽ നിരന്തരമായി സമർപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നിൻ്റെ സാഹചര്യത്തിൽ നാം വളരെ അധികമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയായിരിക്കണം. കാരണം കർത്താവെ കരുണ തോന്നണമേ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥന ലോകത്തിന് വേണ്ടി നിലവിളിക്കുവാൻ തക്കൊണ്ടുമുള്ളൊരു കടപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മധ്യപൂർവ്വ ദേശങ്ങളിലൊക്കെയും യുദ്ധത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും മരണത്തിൻ്റെയും ഭയാനകതയുടെയൊക്കെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും ആ കനാന്യ സ്ത്രീയെ പോലെ ഈ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തക്കൊണ്ട് കടപ്പെട്ടവരാണ്. കർത്താവെ കരുണ തോന്നണമേ, ലോകത്തോട് കരുണ തോന്നണമേ, നേതാക്കന്മാരോട് കരുണ തോന്നണമേ, എവിടെയെല്ലായിടത്തും സമാധാനത്തിൻ്റെയും ശാന്തിയുടെ അനുഭവം ഉണ്ടാകത്തക്കോണം തമ്പുരാനെ നിന്റെ ഇടപെടൽ എല്ലാ കാലങ്ങളിലും ഉണ്ടാകണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിപ്പാൻ തക്കോണം വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് ഈ സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോടും എൻ്റെ കുഞ്ഞനുജന്മാരോടും അനുജത്തിമാരോടും എനിക്ക് പറയാനായിട്ടുള്ളത് അത് തന്നെയാണ്. ലോകത്തിന് വേണ്ടി നിലവിളിക്കുന്നതോടൊപ്പം തന്നെ മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി നിലവിളിക്കണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആധുനിക ലോകം ഒരു നെറ്റിൻ്റെ ലോകമാണ്. അനേക സാധ്യതകളുള്ള, അനേക അനുഭവങ്ങളും അനുഗ്രഹങ്ങളുമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നതോടൊപ്പം തന്നെ അനേക പ്രതിസന്ധികളുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ ലോകം തന്നെ മാറിപ്പോകാവുന്ന, ലോക ജീവിതം, മനുഷ്യജീവിതം തന്നെ മാറിപ്പോകാവുന്ന അനേക ദുർഘടഘട്ടങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ യഥാർത്ഥമായ ഒരു നിലവിളിയും പ്രാർത്ഥനയും നിരന്തരമായി ഉണ്ടാകുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവമായി മാറ്റപ്പെടും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ആദ്യമായി നാം നമ്മുടെ മക്കളെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ടുന്നത്, മക്കൾക്ക് ദൃശ്യമായ അനേക അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന മാതാപിതാക്കളാണ് നമ്മൾ ഓരോരുത്തരും. നല്ല വിദ്യാഭ്യാസം കൊടുക്കും, നല്ല വീടുകളും നല്ല കാറുകളും നല്ല സമ്പാദ്യങ്ങളും ഒക്കെ അവരുടെ പേര് നിക്ഷേപിക്കാൻ തക്കോണം ആഗ്രഹിക്കുന്ന മാതാപിതാക്കളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് അദൃശ്യമായ മൂല്യങ്ങളും അനുഗ്രഹങ്ങളും കൂടെ നിക്ഷേപിക്കാൻ കൊണ്ട് സാധിക്കണം. അടുത്തിടെ ഒരു കഥ വായിക്കുകയായിരുന്നു. ഒരു പിതാവ് മരണാസന്നനായി കഴിയുകയാണ്. അതുവരെയും ആ പിതാവ് ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. മകൾ മരണക്കിടക്കയിൽ ഇരുന്നുകൊണ്ട് അപ്പനോട് പറയുകയാണ്, അപ്പൻ യാത്രയാവാൻ പോവുകയാണ്, അപ്പൻ എനിക്ക് വേണ്ടി ഒന്നും കരുതിയില്ല, അപ്പൻ്റെ എൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരു സ്ഥാനം ഉണ്ടാവുകയില്ല. അതിനുശേഷം അപ്പൻ കണ്ണുനീരോടുകൂടി ലോകത്തോട് യാത്ര പറഞ്ഞു. അതിനുശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ മകൾ ഒരു ജോലിക്കായി ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത ആൾ അദ്ദേഹത്തോട്, മകളോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? ആ പേരിൻ്റെ കൂടെയുള്ള പേരൂടെ കേട്ടപ്പോൾ ചെയ്ത്, നിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഉടനെ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ പേര് ഇതിൻ്റെ ആണ്. ഉടനെ ആ ഇൻ്റർവ്യൂ ചെയ്ത ആൾ പറഞ്ഞു, നിൻ്റെ പിതാവ് ഒരു ദൈവ മനുഷ്യനായിരുന്നു, നിൻ്റെ പിതാവ് നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു, നിൻ്റെ പിതാവ് നന്മകൾ ചെയ്യുന്ന, നന്മകൾ അനേർക്ക് കൊടുക്കാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു. ഇനി ഞാൻ മറ്റാരെയും ഇൻ്റർവ്യൂ ചെയ്യുന്നില്ല, നിനക്ക് ഈ ജോലി നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ കാണപ്പെടുന്ന അനേക അനുഗ്രഹങ്ങളെ ഒന്നും നൽകാത്തൊരു പിതാവായിരുന്നു അതെങ്കിൽ തന്നെയും അദൃശ്യമായ അനുഗ്രഹങ്ങൾ തൻ്റെ മകൾക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതിയിരുന്നൊരു പിതാവായിരുന്നു ആ പിതാവ്. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ അനേക കാര്യങ്ങളെ നമ്മൾ കരുതുന്നുണ്ട്. കരുതപ്പെടാത്ത, കാണപ്പെടാത്ത അനുഗ്രഹങ്ങൾ തലമുറകളുടെ അനുഗ്രഹത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കണം. സ്വർഗത്തിലെ നിക്ഷേപം എന്ന് പറയും. അവർക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കേണ്ടുന്ന അനുഗ്രഹം അതാണ്. സ്വർഗത്തിലെ നിക്ഷേപമായി അവരുടെ ജീവിതയാത്രയിൽ താങ്കും തണലും കാവലുമായി ലഭിക്കേണ്ടുന്ന അനുഗ്രഹങ്ങളെ അവർക്ക് വേണ്ടി കരുതി വെക്കുക. രണ്ടാമതായി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മക്കളോട് പറഞ്ഞു കൊടുക്കുവാനായിട്ടൊരു കാര്യം കൂടിയുണ്ട്. മക്കളെ, ലഭിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഒന്നും നമ്മുടെ കഴിവുകൊണ്ട് നേടിയെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുത്. ഭൗതികമായി വളരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഭൗതികമായി നല്ല ഡോക്ടറും നല്ല എഞ്ചിനീയറും നല്ല ലോയറും നല്ല ടീച്ചർമാരും ഒക്കെയായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവരുടെ ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കണം, ഈ ലഭിക്കുന്നതൊക്കെ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്.
ഒരു നേരം ആഹാരം കഴിക്കുവാൻ നിനക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മകനെ മകളെ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് സാധിക്കണം. മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഒരു പിതാവ് തൻ്റെ മകനെക്കുറിച്ചുള്ള സങ്കല്പം, മാതാപിതാക്കളുടെ സങ്കല്പം അവനെ വാന നിരീക്ഷകനാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി എല്ലാ ദിവസവും ഈ മകനെയും കൊണ്ട് പുറത്തേക്ക് പോയി ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ച് നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കാട്ടിക്കൊടുക്കും. അങ്ങനെ ആ മകൻ വളർന്നു. തൻ്റെ തോളിനേക്കാൾ മുകളിലായിട്ട് തൻ്റെ മകൻ വളർന്നു. അതിനുശേഷം ഒരു ദിവസം പിതാവ് പറയുകയാണ്, എൻ്റെ മകൻ ഇന്ന് വാന നിരീക്ഷണത്തിൽ ഭയങ്കര ബുദ്ധിമാനാണ്, പക്ഷെ അവൻ ദൈവത്തെ മറന്നുപോയി, നിരീശ്വരനായിട്ട് ഇന്ന് ജീവിക്കുകയാണ്. എന്നിട്ട് ആ പിതാവ് ഒരു വാക്കൂടെ മറുപടിയായി പറയുകയുണ്ടായി, വാനത്തിലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ ഞാൻ കാട്ടിക്കൊടുത്തപ്പോൾ അതിനുശേഷം ഒരു വാക്കൂടെ പറയുവാൻ ഞാൻ മറന്നുപോയിരുന്നു. മകനെ, ആ ആകാശങ്ങളും ഭൂമിയും അല്ലെങ്കിൽ ആ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ മറക്കാതെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണമേ എന്ന് എൻ്റെ കുഞ്ഞിനോട് പറയാൻ ഞാൻ മറന്നുപോയത് കൊണ്ട് അവന് ദൈവത്തെ മറന്നു, ഞങ്ങളെ മറന്നു, ദൈവമില്ലാത്തവനായി മനുഷ്യ സ്നേഹമില്ലാത്തവനായി അവൻ ജീവിക്കുന്നുവെന്ന പിതാവ് പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. എത്ര വലിയ പാണ്ഡിത്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും അതിൻ്റെ നടുവിൽ അതിൻ്റെ മുകളിലായി മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, ദൈവത്തെ മറന്ന്, ദൈവാലയത്തെ മറന്ന്, മനുഷ്യനെ മറന്ന് ഒരിക്കലും ലോക നേട്ടങ്ങൾ കൈവരുവാൻ ഇടവരരുത്. ലഭിച്ചിരിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കൊണ്ട് ഒരുങ്ങണം. മൂന്നാമതായി ഒരു കാര്യം കൂടി ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ദിവസത്തെ ഓർത്തിരിക്കണേ. നമ്മുടെ ഒരു സ്കൂളിൽ ഒരു കുഞ്ഞ് സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു, നല്ല വിദ്യാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടുത്തെ അധ്യാപകരെല്ലാം കൂടി ആ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ, നിന്റെ ഈ വളർച്ചയുടെ അനുഗ്രഹം എന്തുകൊണ്ടാണ്? ആരാണ് നിനക്ക് പ്രചോദനമായത്? ആ കുഞ്ഞ് അവരോട് പറയുകയുണ്ടായി, ഞാൻ എന്നും എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കണ്ടാണ് ഞാൻ വളർന്നു വന്നത്. അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും മാത്രമാണ്. എൻ്റെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല. എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവരുടെ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും മാത്രമാണ് എന്നെ ഈ സ്ഥാനത്തിന് അർഹനാക്കി തീർന്നത്. അതുകൊണ്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ദൈവത്തോടും എൻ്റെ മാതാപിതാക്കളോടും മാത്രമാണ്. നാളെയുടെ തലമുറ നമ്മളെക്കുറിച്ച് പറയുവാൻ, എന്നെ നല്ല ഡോക്ടറാക്കി, എന്നെ എഞ്ചിനീയറാക്കി, എന്നെ ലോയറാക്കി, എനിക്ക് നല്ല സമ്പാദ്യങ്ങളൊക്കെ എൻ്റെ മാതാപിതാക്കൾ തന്നു എന്നൊക്കെ പറയുന്നത് അനുഗ്രഹം തന്നെ. അതിനേക്കാൾ അധികമായി അവർ നമ്മളെക്കുറിച്ച് പറയണം, എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന, ദൈവസ്നേഹമുള്ള, മനുഷ്യ സ്നേഹമുള്ള മാതാപിതാക്കളായിരുന്നു എന്ന് പറയാൻ കൊണ്ട് സാധിക്കണം. നമ്മുടെ സഭയിൽ ഒരു മെത്രാപ്പോലത്തെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ആ തിരുമേനി പറഞ്ഞൊരു വാക്യമുണ്ട്. തിരുമേനി മെത്രാപ്പോലിത്തയായി അനുമോദന സമ്മേളനം നടക്കുമ്പോൾ തിരുമേനി പറയുകയായിരുന്നു, എൻ്റെ അമ്മ, ഞങ്ങൾ വീട്ടിൽ 9 മക്കളാണ്. എൻ്റെ അമ്മയ്ക്ക് സാമ്പത്തികമായ ദാരിദ്ര്യമായ കുടുംബമാണ് എൻ്റേത്. ആ കുടുംബത്തിൽ എല്ലാവർക്കും ആഹാരം നൽകുവാൻ പോലുള്ള വകയില്ലായിരുന്നു. എങ്കിലും അമ്മ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം കാണുന്നത് തലയിൽ മൂടുപടമിട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയാണ്. എന്നിട്ട് ഒരു വാക്യം കൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു മൂടുപടം തലയിൽ ഇടാനില്ലായിരുന്നു. കരിപുരണ്ട തുണി തലയിലിട്ടുകൊണ്ടായിരുന്നു എൻ്റെ അമ്മ പ്രവർത്തിച്ചത്. അടുക്കളയിൽ കരി പിടിക്കുന്ന കൈക്കലിയുടെ തുണി, ആ കരിപുരണ്ട തുണി തലയിലിട്ടായിരുന്നു എൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയായിരുന്നു, എൻ്റെ അമ്മ തലയിലിട്ട ആ കരിപുരണ്ട തുണിയാണ് ഇന്ന് മഹത്വത്തിൻ്റെ വസ്ത്രമായി മസനംസിയായി എൻ്റെ തലയിൽ ദൈവം തന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെക്കുറിച്ച് അങ്ങനെ പറയണം, ഞാൻ ഇന്നെന്തായിരിക്കുന്നുവോ ദൈവത്തിൻ്റെ കൃപയാലാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാലാണ്. ഈ കനാന്യ സ്ത്രീ പുറജാതി സ്ത്രീയാണ്, അവൾക്ക് യാതൊരു അർഹതയുമില്ല, സമ്പത്തോ സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ പദവികളോ ഒന്നുമില്ല. പുറജാതി സ്ത്രീയായി മാറ്റപ്പെട്ടു പോകേണ്ടവളാണ്, സമൂഹത്തിലേക്ക് കടന്നു വരുവാൻ അർഹതയില്ലാത്തവളാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ ഇതുപോലെയുള്ള അർഹതകളുടെ കുറവുകളൊക്കെ നമുക്ക് ഉണ്ടായെന്ന് വന്നേക്കാം. സൗന്ദര്യമില്ലായിരിക്കാം, സ്ഥാനമാനങ്ങളില്ലായിരിക്കാം, സമ്പത്തില്ലായിരിക്കാം, പദവികളില്ലായിരിക്കാം. എങ്കിലും ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ആരുടെയും ഒരു സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഒന്നും നമുക്ക് വേണ്ട. അവൻ നമുക്ക് വിശ്വസ്തനാണ്. അവൻ്റെ അടുക്കലേക്ക് എടുത്തു ചെരുവാൻ നമുക്ക് എപ്പോഴും പദവികളും അനുഗ്രഹങ്ങളും ഉണ്ട്. അവൻ നമ്മുടെ സ്നേഹനിധിയായ പിതാവാണ്, നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരന്. ലോകമെല്ലാം നമ്മളെ ഉപേക്ഷിക്കുമ്പോഴും നമ്മളെ കൈവിടാത്ത തമ്പുരാനാണ്. ആ തമ്പുരാൻ്റെ അടുക്കൽ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറയും നമ്മുടെ കുഞ്ഞുങ്ങളും നാളെയുടെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്ന പൂർണ്ണം നിരന്തരമായി പ്രാർത്ഥിക്കണമേ. നമ്മുടെ സഹോദരങ്ങൾ പേർഷ്യൻ
രാജ്യങ്ങളിലൊക്കെയും ഭീതിയിലും പ്രയാസത്തിലും കഴിയുന്ന കാലഘട്ടം, ഈ നോമ്പുകാലം നമ്മുടെ കണ്ണുനീരിൻ്റെ കാലമായി മാറണം, പ്രാർത്ഥനയുടെ കാലമായി മാറണം, ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും കാലമായി മാറണം. അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മുടെ യാചനകൾക്ക് ഉത്തരമരളും, സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ നൽകും. അതിലൂടെ പ്രയാസങ്ങളൊക്കെ മാറ്റി സമാധാനപൂർവ്വമായ ലോകത്തിൽ ജീവിക്കാൻ കൊണ്ട് നമുക്ക് ഇടവരും. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ലോക ജീവിത യാത്രയിലായിരിക്കുമ്പോൾ ലോകത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികൾ ധാരാളമുണ്ട്. ആകാശത്തേക്ക് നോക്കിയാൽ നമുക്ക് മടുക്കുവോ? സമുദ്രത്തിലേക്ക് നോക്കിയാൽ നമ്മൾ മടുക്കുവോ? കാരണം അത്ഭുതമാണത്. ഈ അത്ഭുതങ്ങളാണ് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രതിസന്ധികളാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ പാതകളെ വെട്ടിത്തരുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകരുത്, പിന്നോട്ട് പോകരുത്, മുന്നോട്ട് ജീവിതയാത്രയിൽ ദൈവത്തെ നോക്കി അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ദൈവസന്നിധിയിലേക്ക് നോക്കി മുന്നോട്ട് ജീവിപ്പാൻ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കണം. പ്രാർത്ഥനയോടെ പഠിക്കണം, പഠിച്ചിട്ടും പ്രാർത്ഥിക്കണം. ദൈവത്തെ മറന്ന് യാതൊരു നേട്ടവും വേണ്ട. ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവികരായി ജീവിക്കുമ്പോൾ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകും. എല്ലാ കൃപകളും അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന ഹൃദയപൂർവ്വമായ പ്രാർത്ഥനയിലൂടെ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.